വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 1 മുതൽ 35 വരെ. യേശു ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവന്റെ ശിഷ്യന്മാർ അടുത്ത് ചെന്ന് ദേവാലയത്തിന്റെ പണികൾ അവനെ കാണിച്ചു കൊടുത്തു. അവൻ അവരോട് കൽപ്പിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതാ ഇവയൊക്കെയും നിങ്ങൾ കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ അവശേഷിക്കുകയില്ല. യേശു ഒലിമലയിൽ ഇരുന്നപ്പോൾ അവന്റെ ശിഷ്യന്മാർ തനിക്ക് അടുക്കൽ ചെന്ന് ഇവ എപ്പോൾ സംഭവിക്കുമെന്നും തന്റെ വരവിന്റെയും ലോകാവസാനത്തിന്റെയും അടയാളം എന്താണെന്നും തങ്ങളോട് പറയണമെന്ന് അപേക്ഷിച്ചു. യേശു ഉത്തരമായി അവരോട് അരുളി ചെയ്തു, ആരും നിങ്ങളെ വഞ്ചിക്കാതെ സൂക്ഷിച്ചുകൊള്ളുക. എന്തെന്നാൽ അനേക എന്റെ നാമത്തിൽ വന്ന് ഞാൻ മെസ്സിയാകുന്നു എന്ന് പറഞ്ഞ് അനേകരെ വഞ്ചിക്കും. നിങ്ങൾ കലഹങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും, സംഭ്രമിക്കാതെ സൂക്ഷിച്ചുകൊള്ളുക. എന്നാൽ അവയെല്ലാം സംഭവിക്കേണ്ടത് തന്നെ, എങ്കിലും അപ്പോഴും അവസാനമാകില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എഴുന്നേൽക്കും. പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങളും മഹാമാരികളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. അവയെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാകുന്നു. അപ്പോൾ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം എല്ലാ ജാതികളും നിങ്ങളെ ദ്വേഷിക്കും. അപ്പോൾ പലരും ഇടറി അന്യോന്യം ദ്വേഷിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. അനേകം വ്യാജപ്രവാചകന്മാരുണ്ടാകുകയും അനേകരെ വഞ്ചിക്കുകയും ചെയ്യും. അധർമ്മബാഹുല്യത്താൽ അനേകരുടെ സ്നേഹം തണുത്തുപോകും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. സകല ജാതികൾക്കും സാക്ഷ്യത്തിനായി തീരേണ്ടതിന് ലോകമെന്നും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതായ നാശത്തിന്റെ അശുദ്ധമായ അടയാളം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ. യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. മട്ടുപ്പാവിലിരിക്കുന്നവൻ തന്റെ പുരയ്ക്കകത്ത് കടക്കുവാൻ ഇറങ്ങരുത്. വയലിരിക്കുന്നവൻ തന്റെ വസ്ത്രമെടുക്കുവാൻ തിരിച്ചു വരികയും അരുത്. ആ നാളുകളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ആകഷ്ടം. എന്നാൽ നിങ്ങളെ ഓടിപ്പോക്കെ വർഷകാലത്തോ ശാപത്തിലോ ആകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക. ലോകാരംഭം മുതൽ ഉണ്ടായിട്ടില്ലാത്തതും മേലുണ്ടാകാത്തതുമായ കഷ്ടത അപ്പോൾ ഉണ്ടാകും. ആ ദിവസങ്ങൾ ചുരുക്കപ്പെട്ടില്ലെങ്കിൽ യാതൊരു ദേഹവും ജീവിക്കുകയില്ല എന്നവരും. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ നിമിത്തം ആ നാളുകൾ ചുരുക്കപ്പെടും. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഇതാ മിശിഹാ ഇവിടെയുണ്ടെന്നോ അതാ അവിടെയുണ്ടെന്നോ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. എന്നാൽ വ്യാജ മിശിഹാമാരും കള്ളപ്രവാചകന്മാരും ഉണ്ടാകുകയും കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഞ്ചിക്കും വിധം വലിയ അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ സകലം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവ നിങ്ങളോട് അവനിതാ മരുഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത്. അല്ലെങ്കിൽ ഇതാ ഭവനത്തിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയും വരുത്. എന്നാൽ മിന്നൽ പിണർ കിഴക്ക് നിന്ന് പുറപ്പെട്ട പടിഞ്ഞാറ് വരെ കാണപ്പെടുന്നത് പോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ വരവ്. ശവം എവിടെയുണ്ടോ അവിടെ കഴുകന്മാർ ചെന്നുകൂടും. ആ നാടുകളിലെ കഷ്ടത കഴിഞ്ഞാൽ ഉടൻ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശിക്കുകയില്ല, ആകാശത്ത് നക്ഷത്രങ്ങൾ വീഴും, ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തെ കാണപ്പെടും. ഭൂമിയിലെ സകല വംശങ്ങളും പ്രലപിക്കും. മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും പ്രതാപത്തോടും ആകാശമേഘങ്ങൾ വരുന്നത് കാണുകയും ചെയ്യും. അവർ തന്റെ മാലാഖമാരെ വലിയ കാഹളത്തോടെ അയക്കുകയും അവർ അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ഭാഗങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ശ്ലീവാ പെരുന്നാളിന്റെ ദിവസം വായിക്കേണ്ട ഒരു ഭാഗം നമ്മൾ വായിച്ചിരിക്കുന്നു. നമ്മൾ അവസാനമായിട്ട് വായിച്ചു നിർത്തിയ മത്തായി 24:35 അനുസരിച്ച് ഇപ്പൊ കർത്താവ് വരികയാണെങ്കിൽ നമ്മുടെ അനുഭവം എന്തായിരിക്കും? ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ 4 ദിശയിൽ നിന്ന് കർത്താവിനുള്ളവരെ കൂട്ടിച്ചേർക്കുമെന്ന് പറയുന്നു. ഇന്നിവിടെ കർത്താവ് ഇപ്പൊ 2ാമത് വരികയാണെങ്കിൽ നമ്മൾ ആ കൂട്ടിച്ചേർക്കുന്നതിന്റെ കൂട്ടത്തിൽ കാണുമോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ട് ഇല്ലെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ, ഒന്നോന്ന് സംശയമുണ്ടെങ്കിൽ അതിനെ കുരിശിന്റെ പാതയിൽ പോയി ഉയർപ്പിന്റെ അനുഭവത്തിലെത്തി
സ്വർഗാനന്ദ യേശുവിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രാണനുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. നമ്മുടെ പ്രാണൻ മുഴുവൻ കുരിശിന്റെ പാതയിൽ പോയി ഉയർപ്പിന്റെ അനുഭവത്തിലെത്തി യേശുവിന്റെ മാറിലുണ്ടെങ്കിൽ തന്റെ മാറിലായിരിക്കുന്ന പ്രാണനെയും കൊണ്ടാണ് താൻ ഇങ്ങോട്ട് വരുന്നതെന്ന് കൊലോസ്യർ 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവിന് കൊണ്ടുവരാൻ നമ്മളിൽ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? അതിന്റെ കുറവ് പരിഹരിക്കാൻ കൃപാകരം എനിക്ക് തന്നിരിക്കുകയാണ്. കർത്താവ് എപ്പം വേണമെങ്കിലും വരാം. നമ്മളെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഇന്ന് വന്നില്ല, അതിന് നന്ദി പറയുക. നാളെ വരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് പ്രാണൻ മുഴുവൻ യേശുവിലായാൽ നമുക്ക് കല്യാണത്തിന്റെ മണവാട്ടിയുടെ സ്ഥാനത്തേക്ക് എടുക്കപ്പെടാൻ സാധിക്കുന്ന ബോധ്യത്തിൽ കുരിശിന്റെ പാതയിൽ പ്രാണൻ എങ്ങനെ യേശുവിന്റെ ഉള്ളിലാകും. അതിനെ കുരിശ് വരാൻ ഏതെല്ലാം മാർഗങ്ങളുണ്ട്, കുരിശ് എടുത്തുകൊണ്ട് പോകുന്ന വഴികൾ ഏതൊക്കെയാ, കുരിശ് വരുന്ന വഴികൾ ഏതൊക്കെയാ, തരുന്നത് ആരൊക്കെയായിരിക്കും എന്ന് അറിയാനുള്ള ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധതയോടും എല്ലാ മൂഢവിശ്വാസങ്ങളോടും എല്ലാ മിഥ്യാമതങ്ങളോടും യാത്ര പറഞ്ഞൊരിക്കൽ കൂടെ പാവത്തിനും പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. അറിയാതെയോ അനേക കുരിശുണ്ടായി കൊടുക്കുന്ന ഫാക്ടറിയിലാണ്. അതിന് ശാപം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ കുരിശുണ്ടാക്കുന്ന നിർത്തിയിട്ട് കുരിശെടുക്കുന്നവരായാലേ ക്രിസ്ത്യാനിയാവുകയുള്ളൂ. എല്ലാവരെയും കർത്താവ് പ്രയോജനപ്പെടുത്തി. കുരിശ് അത്യാവശ്യമുള്ള സാധനമായതുകൊണ്ട് ബോധമില്ലാത്തവരെ കുരിശ് ഫാക്ടറി ജോലിക്ക് നിർത്തും, ബോധമുള്ളവരെ കുരിശെടുക്കുന്ന കർത്താവിന്റെ കൂട്ടുകാരായിട്ട് എടുക്കും. നമ്മൾ കർത്താവിനോട് കുരിശെടുത്തുകൊണ്ട് പോകുന്നവരാണോ, കുരിശുണ്ടാക്കി ആരെങ്കിലും സ്വർഗത്തിലേക്ക് വിടുന്ന കുരിശ് ഫാക്ടറിയിലെ ജോലിയാണ് ഏതാ ജോലി നമ്മളെ നമുക്ക് തിരിച്ചെടുക്കുക. പരിശുദ്ധാത്മാവിന്റെ ഉൾക്കാഴ്ച കൊണ്ട് മാത്രമേ നമ്മൾ ആരാണെന്നും മറ്റുള്ളവരാരാണെന്നും നമ്മൾ ആരെങ്കിലും മറ്റുള്ളവരാരല്ലെന്നും ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മളെ കർത്താവിനുള്ളിൽ എത്തിക്കാൻ കരുതിയിരിക്കുന്ന വഴി ഏതാണ്, കുരിശ് വരുന്ന വഴി ഏതാ, കുരിശ് എടുത്തുകൊണ്ട് പോകേണ്ട വഴി ഏതാ, ആ കുരിശെടുത്തിട്ട് എങ്ങനെയാണ് കിരീടം പ്രാപിക്കുന്ന കർത്താവും മാതാവും ഒക്കെ നമ്മളെ കാണിച്ച മാതൃക അതാഴമായി നമ്മുടെ ഉൾക്കാഴ്ചകളായി മാറിയെങ്കിലേ നമുക്ക് സന്തോഷത്തോടെ കുരിശ് വഹിക്കാനും കുരിശ് വരുന്നവരെ അംഗീകരിക്കാനും സാധിക്കുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തോന്നുള്ളൂ. അത് പരിശുദ്ധാത്മാവാണ് ആ ബോധം തരേണ്ടത്. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഭാര്യ, ഭർത്താവ്, മക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അയൽവക്കക്കാർ, നാട്ടുകാർ, വീട്ടുകാരൊക്കെ കുരിശുകാരി ജോലിക്കാരാണ്. അവർ നമുക്ക് തരേണ്ട കുരിശുണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉയർത്താനൊക്കെ ഉള്ളൂ. അവരെല്ലാം മാനസാന്തരപ്പെടെ നമ്മൾ കുഴഞ്ഞു പോകും. പിന്നെ കുരിശില്ലാതെ വരും, പിന്നെ ഉയർത്താനൊക്കാതെ വരും, പിന്നെ കുരിശ് കൃത്രിമമായിട്ട് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഭയങ്കര ചെലവുള്ള കാര്യമാണ്. അതുകൊണ്ട് വളരെ സൗകര്യപ്രദമായ രീതിയിൽ കുരിശെടുത്ത് ഇടം പ്രാപിക്കണമെങ്കിൽ എല്ലാവരും നമ്മളെ വെറുക്കത്തക്ക തരത്തിൽ ദൈവം നമ്മളെ മറച്ചു കളയും. എന്റെ നാമനിമിത്തം സകലരും നിങ്ങളെ പതിക്കും എന്ന് പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം മനസ്സിലായാൽ ആര് വായിച്ചാലും ഒരു പതിവുമില്ല. വലിയ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് എന്നെ സ്നേഹിക്കുന്നതിന്റെ ഇമ്മാനുവലിച്ചാനുണ്ടല്ലോ, എന്റെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് മതി, വേറെ ആരും എന്നെ സ്നേഹിക്കണ്ട. യേശുവിനെ സ്നേഹം ഞാൻ അങ്ങോട്ട് കൊടുക്കും. ഈ ഉൾക്കാഴ്ച കിട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പാപബോധവും നീതിബോധവും ന്യായവിധി ബോധവും നമുക്കുണ്ടായിരുന്നതാണ് വ്യത്യാസം. അത് നമുക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട്, അതുകൊണ്ട് ഈ സഭയിൽ വഴക്ക് തീരാത്തതിന്റെ കാര്യം എന്താ? കുരിശെടുത്ത് വിജയം ഭാവിക്കേണ്ടവർ ഇനിയും കിടക്കുന്നു. കുരിശുവാഴ്ച നിന്നുപോയ സംഗതി കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുരിശുവാഴ്ച ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ കുരിശുവാഴ്ചയിൽ നിന്ന് രാജിവെച്ചിട്ട് കുരിശെടുക്കുന്നവരുടെ കൊടുത്തിലാകാം. നമ്മൾ കുരിശെടുക്കുന്നവരാണോ, കുരിശ് താങ്ങുന്നവരാണോ, കുരിശെടുത്ത് കിരീടം പ്രാപിക്കുന്നവരാണോ? ദൈവാത്മാവ് ഉൾക്കാഴ്ച നമുക്ക് തന്നിട്ട് നമ്മൾ വേറെ മറ്റുള്ളവരുടെ കുറിച്ച് പരാതിയെല്ലാം മുന്നിൽ ചേർത്താൽ എനിക്ക് ബോധം ഇനിയും വേണം, ഇനിയും ഒത്തിരി ബോധം കിട്ടാനുണ്ട്. ആ ബോധം കിട്ടത്തുകൊണ്ട് നീ എന്റെ കൂടെ നടക്കണം. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ കുരിശ് പോയി കിരീടം പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറയാൻ ഇതാ പുരോഹിതരുടെ ഭാഗത്തുനിന്ന് കുരിശെടുപ്പിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കുരിശെടുക്കാത്തവരാണ്, പിന്നെ ഞങ്ങൾ കുരിശെടുപ്പിക്കാനൊക്കെ കർത്താവ് കുരിശെടുക്കുന്ന പോകുന്ന കണ്ടിട്ടാണ് പലരും സഹോദരന്മാരെല്ലാം ആ വലിയ കുരിശിന്റെ പാത സ്വീകരിച്ചെന്നാണ് പറയുന്നത്. ആ ഒരു ഉൾക്കാഴ്ച കർത്താവിന്റെയും മാതാവിന്റെയും സഹോദരന്മാരുടെയും പാത അത് നല്ലതാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് യാചിക്കാം. സഹോദരി സംഘങ്ങളെ ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കുവാൻ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താലി അണിയുന്ന ഭാര്യമാര്, കുരിശും തൊട്ടിയുടെ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാര്, കുരിശ് ഒരു 13
തയ്ച്ചു ചേർത്തിരിക്കുന്ന മസൻസ് ആയിട്ടുണ്ട് നടക്കുന്ന റമ്പാന്മാര് തിരുമേനിമാര്. കുരിശുകൾ ധാരാളമുള്ള പള്ളികൾ. ഇവിടെയാണ് 10-13 കുരിശുകളിലൂടെ നിൽക്കേണ്ടി വഴിയില്ല. ഇങ്ങനെ കുരിശിനെ കുറിച്ച് നമുക്ക് പല പരിചയമുള്ള പല കാര്യങ്ങളുണ്ടെങ്കിലും പരിചയമില്ലാത്ത ഒത്തിരി വശം ഉണ്ടെന്നുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ ശ്രീവാഴ പെരുന്നാളിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുരിശിനോട് ബന്ധപ്പെട്ട 3 പെരുന്നാളുകൾ നമുക്കുണ്ട്. ആ 3 പെരുന്നാളുകളും കുരിശിന്റെ ഓരോ വശങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക. ഇന്ന് വായിച്ചതായ പഴയ നിയമത്തിലെ വേദഭാഗങ്ങളിലെ കുരിശിന്റെ ഭൂതകാല അർത്ഥം എന്താണ്? പഴയ നിയമകാലത്തെ കുരിശിന്റെ സൂചനകളുണ്ടായിരുന്നു, മുൻകുറികളുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവ് കാൽവരി ക്രൂശിൽ ആ പഴയ നിഴൽ യഥാർത്ഥമാക്കി. കർത്താവിന്റെ കുരിശിലൂടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ രക്തം പുരണ്ട രക്തത്തിൽ കുതിർന്നതായ തടിക്കുരിശ് അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതാണെന്നുള്ളൊരു കണ്ടെത്തൽ. ഇതിന് കുരിശിന് 3 കാലങ്ങളുണ്ട്, പല വശങ്ങളുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ കുരിശിന്റെ ഭൂതകാല വശങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇന്നത്തെ കുരിശിന്റെ അനുഭവത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ അനുഭവിച്ച് ഉയർപ്പിന്റെ അനുഭവത്തിൽ സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കുരിശുകൾ നമ്മുടെ അടുത്ത തലമുറക്കാർക്ക് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതായിരിക്കും. ഈ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ ഒരു പെരുന്നാൾ വെച്ചിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ കുരിശിന്റെ അനുഭവങ്ങൾ നമ്മളെ രക്ഷിക്കുന്നതും നമ്മളെ ജീവിപ്പിക്കുന്നതും നമ്മളെ പാതാളത്തിൽ നിന്ന് പർദീസായിലോട്ട് സ്വർഗ്ഗത്തിലോട്ട് കയറ്റുന്ന വഴിയായി തീർന്നു. പലസ്തീൻ നാട് സന്ദർശിച്ചിട്ട് വന്നപ്പോൾ ഒരാളുടെ സമ്മാനമായി കൊണ്ടുവന്ന ഒരു കുരിശ്, ദ വേ ഓഫ് ദ ക്രോസ് എന്ന് എഴുതിയൊരു കുരിശ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പലസ്തീൻ നാട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടു തന്നതാണ്. ഇത് ഈ കുരിശിന്റെ ആ കുരിശാൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ദ വേ ഓഫ് ദ, വായിക്കാവോ? വേ ഓഫ് ദ ക്രോസ് എന്നാണ് എഴുതിയിട്ടുണ്ട്. യേശുവിനുണ്ടായ കുരിശിന്റെ 14 അനുഭവങ്ങൾ ചിത്രീകരിക്കുന്നതാണ് ഈ കുരിശിന്റെ മറുവശത്തെ പടങ്ങൾ. കർത്താവ് കുരിശെടുത്തുകൊണ്ട് പോയ വഴി തനിക്കുണ്ടായ 14 തരം അനുഭവങ്ങൾ. അങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ പലതരത്തിലുള്ള കുരിശുകൾ നമുക്കുണ്ട്. നമ്മളതിനെ തിരിച്ചറിയുന്നുണ്ടോ? അതിനെ നമ്മൾ ഉയർപ്പിന്റെ അനുഭവമാക്കുന്നുണ്ടോ? അതിനെ പ്രാണനെ രക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പം പ്രാണരക്ഷയ്ക്ക് ഒഴിച്ചുവിടാൻ പാടില്ലാത്ത ഒരു കയ്പ് കഷായമാണ് ഈ കുരിശ്. പഴയ കാലങ്ങളിൽ കരപ്പനെന്നും പിത്തച്ചൂലെന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ പിള്ളേർക്ക് വരുമായിരുന്നു. എനിക്ക് വന്നതാണ്. കരപ്പൻ കൊണ്ട് ചേന ചെത്തിയ പോലും ശരീരം മുഴുവൻ. എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. കരപ്പൻ കാരണം തൊലി മുഴുവൻ ചേന ചെത്തിയ പോലെ ആയിരിക്കുന്നു, ഭയങ്കര കരച്ചില്. അപ്പോൾ ഒരു വൈദ്യനെ പോയി കണ്ടപ്പോൾ അതിന് ഒരു പ്രത്യേകതരം മരുന്നുകളൊക്കെ ഇട്ട് വെള്ളത്തിനകത്ത് കുളിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചെമ്പ് പാത്രത്തിൽ വേണം തിളപ്പിക്കാൻ. ചെമ്പ് പാത്രം ഒരു പാവപ്പെട്ട വീടായിരുന്നു. ചെമ്പ് പാത്രം ഇല്ലാഞ്ഞിട്ട് അയലൊക്കത്ത് പോയിട്ട് തെണ്ടിക്കൊണ്ട് വരേണ്ടി വന്നു, ചെമ്പ് പാത്രം. പിന്നെ ഈ ചെമ്പ് പാത്രത്തിനാണ് തിളപ്പിക്കേണ്ട സാധനം മലയിലൊക്കെ പോയി കുന്നയിലൊക്കെ പോയി പറിച്ചുകൊണ്ട് വരണമായിരുന്നു. ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്ന് തിളപ്പിച്ച് അതിനകത്ത് 90 ദിവസം ഈ മരുന്ന് വെള്ളത്തിൽ കുളിപ്പിക്കുക. പിന്നെ പെരട്ടാൻ മരുന്ന്, പലതരം മരുന്നുകൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ പരുവത്തിൽ നിർമ്മാണിക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് നന്ദിയോടെ ഓർക്കുന്നു. അപ്പൊ എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ എന്തെല്ലാം വേദന സഹിച്ചിട്ടുണ്ട്. എന്നെ നന്ദിയോടെ ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ കുർബാനയിലും ഈ അപ്പനെ അമ്മയെ ഓർക്കുന്നു. അവർക്ക് പർദീസായിൽ കർത്താവ് പണിത് കൊടുത്ത കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവർ സഹിച്ച കുരിശിന്റെ ഫലമായി ഇന്ന് അവർക്ക് കർത്താവ് ഒരു കൊട്ടാരം കൊടുത്തിട്ടുണ്ട്. കർത്താവിന്റെ വരവിനെ വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാ കുർബാനയും എൻ്റെ കൂടെ ഈ അപ്പനും അമ്മയൊക്കെ സമ്മതിച്ച് അവർ സന്തോഷിക്കുക. പറഞ്ഞതിൻ്റെ അർത്ഥം കുരിശിന് അങ്ങനെ ഭൂതകാല, വർത്തമാനകാല, ഭാവികാല വശങ്ങളുണ്ട്. നമ്മൾ ഇന്ന് സഹിക്കുന്നത് നമ്മുടെ അടുത്ത തലമുറയുടെ അനുഗ്രഹത്തിനും കൂടിയാണ്. കഴിഞ്ഞ തലമുറയുടെ ശാപം തീർക്കാനും ഇന്നത്തെ നമ്മുടെ അശുദ്ധികൾ മാറ്റാനും നാളത്തെ തലമുറയുടെ അശുദ്ധി മാറ്റാനും ഈ കുരിശ് അത്യാവശ്യമാണ്. കയ്പ് കഷായം പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമല്ല. അവർക്ക് ഈ മധുരമുള്ള സാധനങ്ങളും അമ്മയുടെ പാലും മതി.
അത് വലിയ രസമാണ്. പക്ഷെ കരപ്പം മാറണമെങ്കിൽ കയ്പ് കഷായം കുടിച്ച് മതിയാവും. ഇപ്പൊ കഷായം ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ കയ്പുള്ള സാധനം എങ്ങനെയാണ് കുടിപ്പിക്കുന്നത്? കാലിലും കയ്യിലും പിടിക്കാൻ ആൾ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ നിർബന്ധിച്ച് വാ പൊളിപ്പിച്ച് അതിലേക്ക് ഈ കഷായം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒട്ടും ഇഷ്ടമില്ലാതെയാണ് അത് കുടിക്കാൻ മടിക്കണം. മൂക്ക് പിടിച്ച് ശ്വാസം കൂടെ മുട്ടിക്കും. അപ്പോൾ തന്നെ വാ തുറക്കും. ഇതെല്ലാം പണിയാണ്. കയ്യിലും കാലിലും പിടിക്കണം, മൂക്കെ പിടിച്ച് ശ്വാസം മുട്ടിക്കണം. അപ്പോൾ വാ നല്ലവരെ തന്നെ തുറക്കും, ഒഴിച്ചു കൊടുക്കും. ആ രാഗിന് ഇത് അങ്ങിറങ്ങി അങ്ങ് പോകും. എന്താ? അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അർത്ഥം മനസ്സിലായാൽ ഇത് ഈ കൈപ്പഷായം ചോദിച്ചു വാങ്ങിച്ചു കുടിക്കാം. അല്ലെങ്കിൽ വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറഞ്ഞാൽ ഇവരും കയ്യിലും പിടിക്കാൻ മൂക്കെ പിടിക്കാനും കാണുന്ന ദൈവം നിയോഗിക്കേണ്ടി വരും. എന്താ? അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് അങ്ങ് വാങ്ങിച്ചു കുടിച്ചേക്കാണ് നല്ലത്. കുരിശിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായാൽ ഇതാരും തരുന്നതിന് മുമ്പേ കയറിയെടുത്ത് ഉണ്ടാക്കി കുടിക്കാമെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് വേഗം കുരിശെടുത്ത് കിരീടം പ്രാപിക്കാൻ സാധിക്കുന്നതായിട്ട് ഓർപ്പിക്കുന്നു. ഇത് ദൈവാത്മാവ് തരേണ്ട ഒരു ഉൾക്കാഴ്ചയാണ്. നമ്മൾ ആരാണ്, ആരല്ല, എവിടുന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളിത് ഈ സ്വർഗത്തിൽ പോകേണ്ടവരെ ഈ ഭൂമി കിടക്കുക. ഈ പിശാച് ഒരിക്കുന്ന ലോകത്തിൽ ദൈവം കൊണ്ട് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാം? നമ്മളെ ശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കുവാനും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി, നമ്മളെ പണിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ കയ്പ് കഷായം സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ആവശ്യബോധം നോക്കണം. ഈ വൈദ്യൻ എന്തുകൊണ്ട് ഈ കയ്പ് ഉണ്ടാക്കുന്ന ഇന്ന സാധനങ്ങൾ ഈ കൊച്ചിന് കൊടുക്കണം തീരുമാനിക്കാൻ കാര്യമുണ്ട്? വൈദ്യന് അതേക്കുറിച്ച് ആഴമായ പഠനവും ബോധവും ഉണ്ട്. ആ വൈദ്യശാസ്ത്രം പഠിക്കുന്ന വൈദ്യന്മാര് ഈ മരുന്നുകളുടെ ഉള്ളിലെ സാധനങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെയാണ് ഈ മരുന്നിന്റെ അംശമുള്ളതെന്ന് വിചാരിച്ച് അതെല്ലാം ചേർത്ത് വെച്ചാൽ ഈ മരുന്നുണ്ടാക്കുന്നത്. ആ ബോധം, ആ മരുന്ന് ഈ അസുഖം മാറ്റാൻ സഹായകരമാണോ? അതല്ലാതെ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇന്ന സാധനങ്ങൾ ചേർത്ത് മരുന്നിനകത്ത് കുളിപ്പിക്കണമെന്ന് പറയും. ഇന്ന സാധനം ചേർത്ത് കുഴമ്പ് പരട്ടണം, ഇന്ന തരത്തിൽ ഇന്ന കഷായം കുടിക്കണം എന്നൊക്കെ പറയാൻ ചുമ്മാതെ അങ്ങ് പറഞ്ഞതല്ല. ആ വൈദ്യന്റെ അതേ ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തന്നെ സന്തോഷത്തോടെ ചോദിച്ച് വാങ്ങിച്ചത് കുടിക്കും. ആ ബോധ്യമാണ് നമുക്ക് തരേണ്ടത്. അപ്പൊ നമ്മൾ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കണമെന്ന് പറഞ്ഞ് യേശുവിന്റെ അതേ മനോഭാവം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സന്തോഷത്തോടെ സ്വീകരിക്കാനൊക്കെയുള്ളൂ. അല്ലെങ്കിൽ കയ്യിലും കാലിലും മൂക്കുകളിലൊക്കെ പിടിച്ചേ തരേണ്ടി വരുള്ളൂ. അവരുടെ വിരോധം നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഉൾക്കാഴ്ച എത്രയും വേഗം പിതാവിനോട് ചോദിക്കണം. പിതാവേ, ഇങ്ങനൊരു കയ്പ് കഷായം ഞങ്ങൾക്ക് തരാൻ അവിടുന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു? ആ മനോഭാവം, ആ കാഴ്ചപ്പാട്, ആ ബോധ്യം ഞങ്ങൾക്ക് തരണം എന്ന് പറയാമെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ വലിയൊരു കുരിശിന്റെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം പഴയ നിയമത്തിലെ പല വേദഭാഗങ്ങളിൽ വായിക്കുകയുണ്ടായി. അതെല്ലാം പുതിയ നിയമത്തിൽ കർത്താവിനെ തന്റെ ശരീരത്തിൽ നിവർത്തീകരിക്കാൻ സാധിച്ചു. അങ്ങനെ യേശുവിന്റെ കുരിശുകൊണ്ടും രക്തം കൊണ്ടും കുതിർന്നതായ തടിക്ക് ജീവനുണ്ടായിരുന്നു, അത് ജീവിപ്പിക്കുന്നതായി മാറി എന്നത് കുസ്തന്തീനോസ് രാജാവ് അത് സഭയുടെ 3 or 4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. സഭയുടെ പീഡനത്തിന്റെ കാലം കഴിഞ്ഞു. രാജാവ് ക്രിസ്ത്യാനി ആയതോടെ പീഡ നിന്നു. അപ്പോൾ ആ കുരിശിന്റെ അർത്ഥം എന്താണെന്ന് അറിയേണ്ടതിന് വേണ്ടി ആ രാജാവിന്റെ ആജ്ഞയ്ക്ക് ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് ഇത് ജീവനുള്ളതാണെന്ന് മനസ്സിലായത്. അത് വേദോത്സവത്തിൽ എഴുതിയിട്ടില്ല. വേദോത്സവം എഴുതി കഴിഞ്ഞതിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് സഭാചരിത്രവും വേദശാസ്ത്രവും നമ്മുടെ തിരുവചനങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ച് പഠിച്ചാൽ ഇതിന്റെ എല്ലാം അർത്ഥം നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഇന്നത്തെ ശ്രീവാപെരുന്നാളിൽ കഴിഞ്ഞ തലമുറക്കാർ നമുക്ക് വേണ്ടി സഹിച്ച കുരിശിന്റെ ജീവനുള്ള വശങ്ങൾ നമ്മൾ ആസ്വദിച്ച് അവർക്ക് നന്ദി പറയുകയും നമ്മളുടെ അടുത്ത തലമുറക്കാർക്ക് വേണ്ടി ഈ ജീവനുള്ള കുരിശിന്റെ പാത തുറന്നിടുകയും ചെയ്യാമെങ്കിൽ അവർ നമ്മളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവരോടൊപ്പം നമുക്ക് യേശുവിന്റെ തേജസ്സിന്റെ പങ്കാളികളാകാൻ സാധിക്കുന്നുള്ള ബോധ്യത്തോടുകൂടി ഇപ്പോൾ ആ കുരിശിന്റെ ശ്രീവാപെരുന്നാളിലെ കുരിശിന്റെ ആ ശുശ്രൂഷ നടത്തുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മധ്യത്തിലൂടെ ധൂപം വീശിക്കൊണ്ട് ഈ കുരിശിൻ പിടിച്ചുകൊണ്ട് പുരോഹിതൻ പാട്ടുപാടിക്കൊണ്ട് പോകുമ്പോൾ കർത്താവെ, ഞങ്ങൾക്കും ഇങ്ങനൊരു ഭാഗ്യം തരണം. ഞങ്ങൾക്കും നീ കുരിശെടുത്തുകൊണ്ട് പോയി സ്വർഗ്ഗാരോഹണം ചെയ്തതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഓരോ ദിവസത്തെ പ്രാണനെ കുരിശെടുത്ത് ഉയർപ്പിന്റെ അനുഭവത്തിൽ എത്തിച്ചിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ തലമുറയുടെ ശാപം തീരണം, ഇന്നത്തെ അശുദ്ധികൾ മാറണം, അടുത്ത തലമുറയ്ക്ക് വിശുദ്ധി ഉണ്ടാകണം, അവർ വിശുദ്ധരായി ജനിക്കണം. ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവ് യോഹന്നാൻ പോലെ പിള്ളേരെ കിട്ടണം. അവരെ ഒന്നും പഠിപ്പിക്കുന്നതിന്റെയും ജോലിയുടെ എല്ലാം ഭാരം തീരണമെങ്കിൽ ഗർഭത്തിലെ തന്നെ ശുദ്ധീകരിക്കപ്പെട്ട ആത്മനിറവുള്ള പിള്ളേരുണ്ടായാൽ മതി. അവരൊന്നും പഠിപ്പിക്കണ്ട, അവർ തന്നെ എല്ലാ കാര്യം ചെയ്തോളും, തന്നെ അവർ റിട്ടയർ ചെയ്തോളും, തന്നെ അവരെവിടെയും പോയി വിശ്രമിച്ചോളും. ഒരു ഭാരവും നമുക്ക് ഉണ്ടാകില്ല. ഏതെങ്കിലും പിള്ളേരെ പഠിപ്പിക്കാനോ ഏതെങ്കിലും പിള്ളേരെ വളർത്താനോ വിഷമമുണ്ട് അവരെ കുറിച്ച് നിങ്ങൾ
ചിന്തിക്കേണ്ട കാര്യം കേട്ടോ. ഞങ്ങളുടെ പൂർവ്വികരുടെ അശുദ്ധി മാറാതെയാണ് ഈ കുഞ്ഞു ജനിച്ചത്. ക്ഷമിക്കണം, അടുത്ത തലമുറയിലേക്ക് ഇത് വിടുകയില്ലാന്ന് പറഞ്ഞ് ആ വലിയ ഉൾക്കാഴ്ചയോടുകൂടെ കുരിശ് വഹിച്ച് കിരീടം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ ശ്രീബായുടെ ആ ശുശ്രൂഷ ചെയ്യുകയാണ്. ിരിക്കുന്ന ഈ സമയം ഇനി ശ്രീവായ്ക്ക് ശേഷമുള്ള ഞായറാഴ്ചകളാണ് വരാൻ പോകുന്നത്. ശ്രീവായ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചകളെല്ലാം കുരിശിന്റെ ഓരോ വശങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ ശ്രീവായ്ക്ക് ശേഷം 7 ഞായറാഴ്ചകൾ വെച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച ശ്രീവായ്ക്ക് ശേഷം 1-ാം ഞായറാഴ്ച ഇവിടെ ആരാധന നടക്കുമ്പോൾ രാവിലെ 8 മണി തൊട്ട് 10 വരെയുള്ളതായ ആരാധന ശ്രീവായുടെ 7 വശങ്ങളിൽ ഒരു വശത്തെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ശ്രീവായുടെ മറിഞ്ഞിരിക്കുന്ന വശം, മുൻവശം, പുറവശം, മേൽവശം, ഇടവശം, ഒത്തിരി വശങ്ങളുണ്ട്. അതിനെല്ലാം അർത്ഥമുണ്ട്. അതെല്ലാം തിരിച്ചറിയാവുന്ന എല്ലാ ദിവസവും നമുക്ക് ജയോത്സവമായി ജീവിക്കാൻ സാധിക്കും. കുരിശിന്റെ മർമ്മം മനസ്സിലാക്കിയ പൗലോസിയ ജയോത്സവമായിട്ടാണ് തന്റെ ജീവിതം നടത്തുന്നത്. തന്റെ കൊരിന്ത്യ ലേഖനത്തിൽ ആ കാര്യം സാക്ഷിക്കുന്നുണ്ട്. അത് ഒന്ന് കണ്ടുപിടിക്കണം. കൊരിന്ത്യ ലേഖനം വായിച്ചിട്ട് കുരിശിന്റെ ദർശനം കിട്ടിയ, കുരിശിന്റെ ആഴം മനസ്സിലാക്കി പൗലോസ് അത് സ്വാഗതം ചെയ്തു. കുരിശിലായിരുന്നു തന്റെ പ്രശംസ മുഴുവനും. അതുകൊണ്ട് തനിക്ക് ഓരോ ദിവസവും ജയോത്സവമായിരുന്നു. കുരിശിന്റെ മർമ്മം മനസ്സിലായ 1-ാം ദിവസം 1-ാം ഉത്സവം, 2-ാം ദിവസം 2-ാം ഉത്സവം, എല്ലാ ദിവസവും ഉത്സവമാണ്. നിങ്ങൾ അങ്ങനെ ഉത്സവമെല്ലാം തുടങ്ങിയിട്ടുണ്ടോ? അതൊക്കെ എപ്പോഴാണോ നടക്കുകയാണോ? എനിക്ക് മാത്രം എന്നാ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് എപ്പോഴും വന്നല്ലോ എന്ന് പറഞ്ഞ് ശവിച്ചുകൊണ്ട് നടക്കുകയാണോ? അതോ കുരിശിന്റെ ഉത്സവമാണല്ലോ എന്ന് പറഞ്ഞ് കുരിശെടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ കുരിശെടുത്തിനുള്ള പോക്ക് കാണുമ്പം ഇതിനകത്ത് ഏതാണ്ട് രഹസ്യമുണ്ടല്ലോ, ഇതിനകത്ത് ഏതാണ്ട് കാര്യമുണ്ട്. വളരെ സന്തോഷത്തോടെയായി കുരിശെ കർത്താവ് വഹിച്ചത്. കർത്താവ് വലിയ സന്തോഷത്തോടെ കുരിശ് വഹിച്ചുകൊണ്ട് പോയി വേലയെല്ലാം തികച്ചു. ആ കുരിശ് കിടന്നുകൊണ്ട് തന്നെ കുരിശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാം നോർത്തിയായി ഒരു കാര്യവും മാറ്റിവെച്ചില്ല. വേദനയാണെന്ന് ഒരു കാര്യം മാറ്റിവെച്ചില്ല. വേദനകളുടെയും സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും എല്ലാവരുടെയും വേല തികച്ചോണം. പ്രാണനെ കർത്താൻ ജയിപ്പിച്ചോണം. പ്രാണൻ തിരികെ കർത്താവ് കൊണ്ടുവരുമെന്നുള്ളതാണ് പ്രത്യാശ. കൊലോസ്യർ 3-ാം അധ്യായത്തിൽ അങ്ങനെ യേശുവിനെ പോലെ കുരിശെടുത്ത് ജീവിക്കുന്നതോടെ ഓരോ ദിവസവും പ്രാണൻ യേശുവിന്റെ മാറിലെത്തിച്ചേരും. അത് അവിടെ ഇന്നുകൊണ്ട് കർത്താവിന്റെ ആ ഉയർത്തെഴുന്നേൽ ശരീരം ഇപ്പോഴേ നമുക്ക് വസിക്കാൻ സാധിക്കും. നമ്മുടെ ആത്മാവിടെ ഉണ്ട്. ഓരോ ദിവസം പ്രാണൻ അവിടെ കയറിക്കൊണ്ടേയിരിക്കും. 3-ൽ 2 അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ 3-ൽ 1 ഭൂമി കാണുള്ളൂ. അതിനെന്ത് വേദന വന്നാലും 3-ൽ 2 സന്തോഷം കൊണ്ട് 3-ൽ 1 അലിഞ്ഞാൽ പോകും. മനസ്സിലായ കാര്യം? അപ്പോൾ 3-ൽ 2 എത്രയും വേഗം കർത്താവിന്റെ ആയാൽ മതി. 3-ൽ 1 ഇവിടെ കിടന്നാൽ പേടിക്കേണ്ട. അത് വളരെ രസമാണ്. സ്നേഹിക്കുന്ന ആളുടെ വേണ്ടിയുള്ള വേദന ഒരു വലിയ രസമാണ്. കുഞ്ഞിനോട് സ്നേഹമുള്ളതുകൊണ്ടാണ് കുഞ്ഞിന് വേണ്ടി അമ്മമാരെ ഓർക്കിളയ്ക്കുന്നു, കഷ്ടപ്പെടുന്നതുകൊണ്ട് മലമൂത്രം എടുക്കുന്നു, അതിനെ കൊണ്ടു നടക്കുന്നു, കരിപ്പം വരുമ്പോൾ കഷായം കൊടുക്കുന്നു, കൊണ്ടു നടക്കുന്നു. സ്നേഹം ഉണ്ടാകും. അതുപോലെ ദൈവസ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ കട്ട ഒരു രസമാണ്. അതൊരു മാധുര്യമായി ആസ്വദിച്ചറിഞ്ഞ് ആ സ്നേഹിക്കുന്ന വ്യക്തിയോടുള്ളതായ ആ കടപ്പാട് കാണിച്ച് അത് ഭാവിയിൽ ആ വീട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കൊടുത്തും വാങ്ങിച്ച് നമുക്ക് ജന്മസാവിലൂടെ ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ബുധനാഴ്ചത്തെ എക്യുമെനിക്കൽ ധ്യാനം, വ്യാഴാഴ്ചത്തെ എഴുത്തെ കുർബാന, വെള്ളിയാഴ്ചയുള്ളതായ ആശ്രമത്തിലുള്ള രാവിലെ 7 തൊട്ട് 8:30 വരെയുള്ളതായ കുർബാന, 10 തൊട്ട് 12 വരെയുള്ള ധ്യാനം, അടുത്ത ശനിയാഴ്ചത്തെ ഇവിടുത്തെ കുർബാന, അടുത്ത ഞായറാഴ്ചത്തെ കുർബാന, ഇതെല്ലാം കുരിശിനെ ബന്ധിപ്പിച്ചുകൊണ്ട് 7 ആഴ്ച നീണ്ടു നിൽക്കുന്ന കുരിശിന്റെ ധ്യാനം ഒട്ടും കളയരുത്. അത് പ്രയോജനപ്പെടുത്താവുന്നത് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ കൂടെ തന്റെ ഉള്ളിൽ മറയാൻ സാധ്യതയുള്ള ആരോപിച്ചുകൊണ്ട് ധ്യാനം സമാഹരിക്കുന്നു. ഇന്നത്തെ കുരിശിന്റെ സന്ദേശങ്ങൾക്കിടയിൽ രക്ഷപ്പെടേണ്ടവർക്ക് ശക്തി കിട്ടിയിട്ടുണ്ട്, അല്ലാതെ ദോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊരു മണ്ടത്തരമാണെന്ന് തോന്നാം. ആദ്യം കുരിശിന്റെ വഴി മണ്ടത്തരമാണെന്ന് തോന്നുന്നെങ്കിൽ അവര് നാശത്തിന്റെ വാതിലാണെന്നുള്ള സന്ദേശം ഇതിനകത്തുണ്ട്. കർത്താവെ പോഷത്വത്തിന് എന്നെ രക്ഷിച്ച് കുരിശിന്റെ ജീവനുള്ള വശം കാണുവാൻ എന്നെ കണ്ണു തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം യാത്ര എടുക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നോട് വന്നുചേർന്ന എല്ലാവരെയും പേരുപേരായി ഞങ്ങൾ തിരുവമ്പാവ് സമർപ്പിക്കുന്നു. വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയവർ, ആശുപത്രിയിൽ കിടക്കുന്നവർ, വീട്ടിൽ കിടക്കുന്നവർ, യാത്രയിൽ അപകടം പറ്റിയവർ, തിരിച്ചുപോയവർ, വരാനൊക്കാതെ കുടുങ്ങിപ്പോയവർ, അവർക്കെല്ലാം അവരായിരിക്കുന്നിടത്തേക്ക് അനുഗ്രഹം കൊടുക്കുവാൻ നീ കഴിവുള്ളവനാകയാൽ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് കിട്ടിയ അനുഗ്രഹങ്ങൾ കുരിശെടുത്ത് തന്നെ അനുഗ്രഹിക്കാനും കുരിശിന് ചുവട് നിൽക്കാനും ഉയർത്തുന്ന യേശുവിന്റെ പങ്കാളിയാകാനും ഇനി ഞങ്ങൾ കേട്ടതുപോലെ ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണ് ഇനി ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഞങ്ങൾ തുടരുവാൻ ഇനിയുള്ള എല്ലാ അനുഭവങ്ങളും
പ്രയോജനപ്പെടണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും